ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ പൂച്ച ഈ ഒരു ബോക്സിലായിരുന്നു പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്ന് മാറ്റി കുറച്ചും കൂടെ നല്ലതിലേക്ക് ആക്കി കൊടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇപ്പം ഈ ബോക്സ് മാറ്റിക്കഴിഞ്ഞാൽ അവരെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വലുതാവും, അപ്പോൾ പുറത്തിറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല വലിയ ബോക്സിലേക്ക് ആക്കുക എന്നല്ല, ഇപ്പം തൽക്കാലം ഈ ഒരു കിടക്കുന്ന ആ ഒരു ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ വൃത്തിയിൽ നല്ല പുതിയൊരു എന്തെങ്കിലും ഒരു ക്ലോത്ത് വിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഓരോരുത്തരെ ഞാൻ പുറത്തിറക്കുന്നത്. ഇയാളുണ്ടോ, ക്യൂട്ടല്ലേ? ഫസ്റ്റ് ഇയാളെ കണ്ണുറന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരാളടുത്ത് പുറത്തേക്ക് വെച്ച്, അപ്പോൾ മറ്റാൾ വന്ന് നോക്കുക, ഇവൾ കറക്റ്റായിട്ട് എൻ്റെ മക്കളെ ഫുൾ എടുക്കുന്നില്ലേ എന്നുള്ളത് വന്ന് നോക്കുകയാണ് നമ്മളെ പൂച്ച. അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇയാൾ കണ്ണ് തുറന്നിട്ടില്ല, ജസ്റ്റ് തുറന്ന് വരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു പഴയ ഷോൾ എടുത്തിട്ട് അത് നല്ല വൃത്തിയിൽ ബോക്സിനകത്ത് വിരിച്ചു കൊടുത്തു. കണ്ടോ ഗായ്സ്, എന്നോടുള്ള ട്രസ്റ്റ് കാരണമാണ് പൂച്ചക്കുട്ടികളെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു ഒക്കെ അറിയാം. അതുകൊണ്ടാണ് കറക്റ്റ് മറ്റാൾ അവിടെ സൈലൻ്റായിട്ട് ഇരുന്ന കണ്ടോ. എന്നെ ഭയങ്കര ട്രസ്റ്റ്. ഈ പൂച്ചകളെ വളർത്തിയ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, ഇവർക്ക് നമ്മളോട് മനുഷ്യന്മാരോട് ട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ നല്ലോണം ഇണങ്ങി നിൽക്കും നമ്മളായിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വിശ്വാസം ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇവരെ വളർത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണേ. അങ്ങനെ അതാ 3 ആൾക്കാരും കിടത്തി, 36 അതിൻ്റെ അകത്ത് കിടന്നു. അപ്പോഴേക്ക് മനസ്സിലായി ഓക്കെ സെറ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.